വൈകുന്നേരം ഇപ്പോൾ ആദ്യം എത്തിയിട്ടുണ്ട്. കാലത്ത് കക്ഷി ഇവിടെ നിന്ന് എണീച്ച് പോയിട്ടുണ്ടായിരുന്നുള്ളൂ. വൈകുന്നേരം എപ്പോഴേക്കും ആൾ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനും അച്ഛനും കൂടിയിട്ട് അമ്പലത്തിൽ പോകാനായിട്ട് കുളിച്ച് നിൽക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ശിവരാത്രി ആയതുകൊണ്ട് വൈകുന്നേരം ദീപാരാധനയുടെ ശേഷം പടക്കം പൊട്ടിങ്ങലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് കണ്ടുകൊണ്ടാണ് അമ്പലത്തിൽ പോണത്. അമ്പലത്തിൽ ശിവരാത്രിക്കാണ് പരിപാടികൾ ഉണ്ടാവുക. ശിവരാത്രിക്ക് ചെറിയ രീതിക്കേ ഉണ്ടാവുള്ളൂ. നമ്മൾ ആഘോഷിക്കുന്നത് പ്രതിഷ്ഠാ ദിനത്തിനാണ്. അത് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിത് പാതയുടെ മുകളിൽ കയറി നിന്നപ്പോഴേക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതും കുറച്ച് നേരം നിന്ന് കണ്ടതിന് ശേഷമാണ് നമ്മൾ അമ്പലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചെറിയ രീതിക്കുള്ള സ്റ്റേജ് പ്രോഗ്രാമുകളും തിരുവാതിരക്കളിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികൾ അവിടെ ഡാൻസൊക്കെ പഠിക്കുന്നുണ്ട്, അമ്പലത്തിൽ പഠിപ്പിക്കുന്നുണ്ട് ഒരു ടീച്ചർ. അപ്പോൾ അവരുടെ അരങ്ങേറ്റ പരിപാടികളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തൊഴാനായിട്ട് അമ്പലത്തിനുള്ളിൽ കയറിയിട്ട് അപ്പോൾ ലക്ഷാർച്ചനയൊക്കെ ഉള്ള ദിവസമായിരുന്നു. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. ഫുള്ള് എന്താ പറയുക, ചുറ്റുവിളക്കും കാര്യങ്ങളൊക്കെ കത്തിച്ചിട്ടുണ്ട്. അതൊക്കെ കണ്ട് നമ്മൾ നടക്കുകയാണ്. അവിടെയാണ് സ്റ്റേജ് പ്രോഗ്രാമുകൾ നടക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ തിരുവാതിരക്കളി തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് നേരം നിന്നിട്ട് തിരുവാതിരക്കളിയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഒന്ന് രണ്ട് സെറ്റിൻ്റെ തിരുവാതിരക്കളി ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ പാട്ട് എന്താ ഇടാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ റീലിടുന്ന സമയത്ത് അല്ലെങ്കിൽ വീഡിയോ ഇടുന്ന സമയത്ത് അതിന് കോപ്പിറൈറ്റ് ഇഷ്യൂ അടിക്കുന്നുണ്ട്. അത് കാരണമാണ് ഞാൻ ഇതിൻ്റെ മ്യൂസിക് ഇടാത്ത പാട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും പരിപാടികളുടെയൊക്കെ മ്യൂസിക് ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ എനിക്ക് കോപ്പിറൈറ്റ് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് വീട്ടിലെത്തിയിട്ടുണ്ട്. ഞങ്ങൾ എത്തിയതിൻ്റെ പിന്നാലെ ആദ്യം ഇറങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വീട്ടിലവിടെ അമ്മ ഒറ്റയ്ക്കാണുള്ളത്. അതിന് അതും നിൽക്കുന്നുണ്ടായിരുന്നില്ല. അതും അപ്പം തന്നെ പോവുകയാണ് ചെയ്തത്. അപ്പോൾ അമ്മ പൂരിക്കുള്ളത് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പരത്താനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ പൊടിയും ഒക്കെ അത് എടുത്ത് വെക്കുകയാണ് ചെയ്യണത്. അപ്പം നാളെ ഞാൻ ഈ തിരിച്ചയ്യന്തോൾക്ക് പോവും. അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചോ എന്നൊക്കെയാണ് അമ്മ ചോദിക്കുന്നത്. ഞാൻ ഈ നിന്ന് തിന്നണത് ഈന്തപ്പഴമാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് നിന്ന് കഴിക്കണത്. അപ്പോൾ അമ്മ കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും എടുത്ത് ഉരുളകളും ഒക്കെ ആക്കുന്നുണ്ട്. അപ്പോൾ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതാണ് അപ്പുറത്ത് കുക്കറിൽ നിന്ന് വിസിൽ വന്നതിൻ്റെ ഈ പുകയാണ് ബാക്കിൽ എൻ്റെ കാണുന്നത്. അപ്പോൾ കുഴച്ച് പരത്തൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ചപ്പാത്തി പരത്താൻ അതുപോലെ പൂരി പരത്താനൊക്കെ പഠിപ്പിച്ചത് അച്ചമ്മയാണ് കേട്ടോ. അച്ചമ്മ ഇതിൻ്റെ ഒരു എക്സ്പേർട്ട് തന്നെയായിരുന്നു. കറക്റ്റ് വട്ടത്തിൽ ഇങ്ങനെ കറക്റ്റായിട്ട് പരത്തി ആൾ ആക്കാറുണ്ട്. അതേപോലെ തന്നെ ഞാനും ചെയ്യുന്നത് കറക്റ്റ് വട്ടത്തിൽ എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ. പരത്തി കിട്ടുമ്പോൾ അത് നല്ല സ്പീഡിൽ ഞാൻ ആക്കാറുണ്ട്. അങ്ങനെ നമ്മുടെ പൂരി ഫസ്റ്റത്തെ ഇട്ടിട്ടുണ്ട്. നന്നായി പൊളച്ചു വന്നു. അത് കണ്ടതിൻ്റെ ആഹ്ലാദ പ്രകടനമാണ് ഈ കാണുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അച്ചു അത് നോക്കുന്നുണ്ട്, എന്തായി ഏതായി പൂരിയൊക്കെ ആയോ കറി ആയോ എന്നൊക്കെ അവൾ വന്ന് ചെക്ക് ചെയ്തിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അയ്യന്തോൾ വെച്ച് കാണാം.